ഹലോ ഗായ്സ്, ഫിനിഷ് ഗെയിമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു ഗെയിം ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഗെയിം ഉണ്ടായിരുന്നു, വെക്സസ് എന്ന് പറയുന്നത്. ഇന്നും ഞാൻ ആ ഒരു ഗെയിം തന്നെയാണ് നിങ്ങൾ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. കുറച്ചുകൂടെ രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇപ്പോൾ കാണാൻ പോകുന്നത്. എന്തായാലും അധികം സംസാരിച്ച് കൊളാക്കുന്നില്ല. എന്തായാലും കരിയറിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഇന്ന് കരിയറിലേക്കാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. പിന്നെ നാട്ടിൽ കയറുക, അതിനകത്ത് റേസിനകത്ത് സോ ഞാനൊരു പ്രാവശ്യം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇതിൽ 4 എണ്ണമാണുള്ളത്. 4 എണ്ണത്തിൽ ജയിക്കുന്ന പോലെ ഇരിക്കും. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്തായാലും അത് ഇതിപ്പോൾ കരിയർ മോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അല്ലാണ്ട് അത് നല്ല രീതിയിൽ ഞാൻ ഫിനിഷ് ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ഇതിൽ ഗെയിം കളിക്കാൻ നേരത്തെ ഡ്രൈവിങ്ങിൻ്റെ ഒരു നിങ്ങൾ നോക്കണ്ട. റേസിംഗ് ഗെയിംസ് അധികം ഞാൻ കളിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് വലിയ പ്രോകൾ ഓട്ടിക്കുന്ന റേസിംഗ് അല്ല, നമ്മുടെ പാവപ്പെട്ടവർ ഓട്ടിക്കുന്ന റേസിംഗ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഏരിയ, ഇവിടെയാണ് നമ്മൾ റേസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ലക്ഷ്യം വയ്ക്കാം, ടോപ്പ് 5 എത്താൻ നോക്കാം. അല്ലാതെ ടോപ്പ് 1 ഞാൻ പറയുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ 12ാമതാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയിൽ കുത്തിക്കയറാൻ ശ്രമിക്കാം. ക്യൂവിനിടയിൽ കുത്തിക്കയറുന്നത് ആദ്യം ഇതാ പോകുന്നു. നമ്മൾ 12-ന്ന് 4-ലേക്ക് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. അമ്മോ, ഓക്കെ. എൻ്റെ അമ്മയ്ക്ക് മാറടാ, ഈ പ്രശ്നമാണോ കേട്ടോ നമ്മൾ സ്ലോ ആയത്. അവനെനിക്ക് വേണമായിട്ടില്ല. ഓടാ അവിടെ ഒരുത്തനെ കളഞ്ഞപ്പോൾ അടുത്ത വന്നിരിക്കുക. എന്നെ ഇടിക്കേണ്ട വണ്ടി ഒരു പരുവാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 12-ന് 2 എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് സെക്കൻഡ് ലാപ്പായി. അവസാനം വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ കൊള്ളായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഓടല്ലേ, ഇതിനൊന്നും കൺട്രോൾ ഇപ്പോഴത്തെ വണ്ടിയിലുണ്ട്. എന്തോ എങ്ങനെയോ എനിക്കറിയത്തില്ല. ഞാൻ ഫസ്റ്റ് പൊസിഷൻ എത്തിയിട്ടുണ്ട്. എനിക്ക് വലിയ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കാണുന്നത്. അവസാനം കൊണ്ട് കര പടച്ചുണ്ട്. നമ്മളെ പുറകെ എല്ലാം കൊണ്ട് നോക്കണ്ട, തിരിഞ്ഞ് നോക്കണ്ട. വിട്ട് ചെയ്തെന്ന് വെച്ച് പറന്നോ, നീ വരുന്നു. എടാ, ഒരാൾ ഇടിക്കുന്ന പഞ്ചറാകണമെന്നില്ല. നമ്മൾ 3rd ലാപ്പ്, ഫൈനൽ ലാപ്പ്. നീ വരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഓടിച്ചോടാ. അമ്മ തമ്മിലടിക്കുന്നുണ്ട് കേട്ടാ. തമ്മിലടിച്ച് തീർന്നതിലേക്ക് കൊള്ളായിരുന്നു. സമാധാനമായിട്ട് ഓട്ടിച്ച് പോയത്. വാടാ, പറഞ്ഞ് വന്ന് പിടിക്കുന്നുണ്ടല്ലോ. ഇവിടെ ഓട്ടിച്ച് പൊക്കോ. നീ തീർന്നു, നീ വന്ന് ഓടിക്കോ. നമ്മളെ പറഞ്ഞ കാര്യമില്ല കേട്ടാ. തീർന്നു. മൈ ഗോഡ് ഫസ്റ്റിൽ വന്നെത്തിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. എന്തായാലും ടോപ്പ് 5 പിടിക്കുന്നുണ്ട്. ഇനിയും ടോപ്പ് 5 എന്നേ പറയുന്നുള്ളൂ. പണ്ട് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്തോ കുരുട്ടുപായത്തിന് വന്നെത്തിയതാണ്. സോ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. അപ്പം മച്ചാന്മാർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ ബെസ്റ്റിലൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലമുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എത്രയാണെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇത് ഓക്കെ, സ്റ്റാർട്ട്.
ഇപ്പോഴും നമ്മൾ 12 എന്താല്ലേ ഒന്നാമത് അച്ഛമ്മ വരുന്ന ഒരു വിലയുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്ന് പൊട്ടിച്ചേരാൻ ശ്രമിക്കുക. എൻ്റെ അമ്മയ്ക്കോ കളഞ്ഞിട്ട് ഇപ്രാവശ്യം എന്താവുന്നുണ്ട്. തീർന്നു ഇല്ല ആവുന്നു. പൊക്കോ എൻ്റെ അമ്മോ. സോറി ബാക്ക് കൊടുത്തിട്ട് കിട്ടാ അല്ലാതെ ഒന്ന് അടിച്ചല്ല കേട്ടാ. അതിന് ഒരു സൈഡ് ചളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മോ നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഓടുകയാണ്. പുള്ളിക്കാരൻ ബോട്ടിങ്ങനെ നോക്കി ഓട്ടിക്കും. അയ്യോ പോയി. പിടിച്ചോ തീർന്നു. പോയില്ല. പോട്ടെ കയറിക്കോ. ഇല്ലേ ഉള്ളൂ. പുള്ളിക്കാരനെ അവിടെ ഒതുക്കി കേട്ടാ. പുറകെ വേറെ വണ്ടി വരുന്നുണ്ട്. നീ അവന് നല്ല സ്പീഡുണ്ട് കേട്ടാ. ഉള്ളൂ നമ്മളെ കൺട്രോളെല്ലാം പോയേ. വേഗം പോടാ. അവൻ എന്നെ ഇടിക്കാമെന്ന് ഞാൻ മര്യാദയ്ക്ക് പോകണ്ടേ. അതായത് കുറച്ച് ഉള്ളൂ. പുറകെ ഉണ്ട് കേട്ടാ. പുറകെ ഉണ്ട്. കഴിവെത്തിയ കഴിവെത്തിയിട്ടില്ല. ഉള്ളൂ. തീർന്നു ഇപ്രാവശ്യം തീർന്നു നമ്മള്. ഉള്ളൂ തോറ്റേട്ടാ. സെക്കൻഡായി. സാരമില്ല, നമ്മൾ ടോപ്പ് 5 പറഞ്ഞിട്ടുള്ളൂ. ഞാൻ സെക്കൻഡായിട്ടുണ്ട്. നമുക്ക് അടുത്ത അംഗത്തിന് പിടിക്കാം. അതിനുശേഷം പുറകെ നോക്കി ഓട്ടിച്ചുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അടുത്ത അംഗത്തെട്ട് പിടിക്കും. എന്തായാലും 1ഉം 2ഉം ഞാൻ പ്രതീക്ഷിക്കാത്ത പൊസിഷനായുണ്ട്. കുഴപ്പമില്ല. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 1ാമതെത്തിയപ്പോൾ നമ്മളെ 12ാമത് എത്തിയിരുന്നു. ഇപ്രാവശ്യം 2ാമതെത്തിയപ്പോൾ 9ാമത്. ഇതെന്ത് കണക്കാണ്? സോറി എന്താണ് അവിടെ ഇടിച്ചപ്പോൾ നമുക്ക് തട്ടും കേട്ടാ. ഈ എല്ലാവരും കൂടെ എവിടെ പോകണം? സ്കൂൾ പിള്ളേർ പോകണോടെ പോകുന്ന നോക്കി. ഇതെന്തോന്നു ഇപ്രാവശ്യം എന്താ എല്ലായിടത്തും എൻ്റെ അടുത്ത് കളിയുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. എന്നെ ഒരുത്തം പോലും ഫ്രണ്ടിൽ കയറ്റാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ കുറച്ച് സ്ഥലം നേടാ. ഒന്ന് കയറിക്കോട്ടെന്ന്. ഈശ്വര, എൻ്റെ വണ്ടി നാട്ടുകാർക്ക് ആർക്കും വേണ്ടാത്ത പരുവത്തിലാക്കിയല്ലേ വണ്ടി. ഫസ്റ്റ് ലാപ്പ് കഴിഞ്ഞില്ല, അതിനിടയ്ക്ക് വണ്ടി കണ്ട് എല്ലാ പെല്ലും ബ്രേക്കും പോയ അവസ്ഥയിലാണ്. വണ്ടി പോകണമെങ്കിൽ വണ്ടി പെല്ലും ഒരു കുഴപ്പമില്ല. ദേ പോയി പോ ഹലോ പൊക്കോ ഓടിക്കോ. ഇനി നോക്കല്ലടാ അമ്മോ. ഇപ്രാവശ്യം ഞാൻ ഓർത്തില്ല. ഇപ്രാവശ്യം നമ്മൾ 1ാമത്തെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അവസാനം കൊണ്ട് കരയോട്ട് ഉടയ്ക്കുന്നുണ്ട്. ഈ ഇടിയൊക്കെ ഇടിച്ചപ്പോഴത്തേക്ക് വണ്ടിയുടെ കൺട്രോളൊക്കെ പോയി തുടങ്ങി. അതുകൊണ്ട് അധികം ഇടിക്കാതാണ് അതാവും. കണ്ടോ, ഈ ചെറുക്കൻ വീണ്ടും വണ്ടിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ ഒരു കാര്യം കൊണ്ട് കയറിപ്പോയതാണ്. ഇനിയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവനാണ് നമ്മൾ തോപ്പിച്ചത്. എവിടെയെങ്കിലും പോയി ഇരിക്കും. ഫൈനൽ ഇതാ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല, പോയി അവൻ കയറി. ഈ യവന്മാർക്കൊക്കെ എങ്ങനെ ബ്രേക്കും ഇല്ല കിട്ടുന്നത്?
ആവശ്യമൊന്നുമില്ല. എല്ലാം നമ്മൾ ഇടിച്ച് മനുഷ്യൻ്റെ വണ്ടി ഈ കോലത്തിലാക്കി. ഓ ഇതാ അവസാനം വരെ ഇങ്ങനെ മഞ്ഞയ്ക്ക് പോകാൻ പറ്റില്ലേ. ഇവിടെയാണ് നമുക്ക് പണി കിട്ടണം തോന്നും. അതുകൊണ്ട് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ആരുമില്ല, ഇനി തിരിഞ്ഞ് നോക്കില്ല, ഭയങ്കര അവസ്ഥ പോലെയാവും. ഓ വളഞ്ഞോ വളഞ്ഞോ. നമ്മൾ ജയിച്ചു. ചേടാ ഞാനിതൊന്നും പ്രതീക്ഷിക്കാത്ത കേട്ടോ. പ്രാവശ്യം ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. സോ അടുത്തത് ഫൈനലാണെന്ന് തോന്നുന്നു. അതെ ഫൈനലാണ്. ഫൈനൽ മാപ്പാണ്. ഇതിൻ്റെ എത്രത്തോളം ഫസ്റ്റ് പിടിക്കാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ 5th പൊസിഷനിൽ എപ്പോഴും പറയത്തുള്ളൂ. നമ്മൾ 5th പൊസിഷൻ പറയണ ബെറ്റർ എല്ലാം കൊണ്ട്. അതൊരുവിധം എനിക്ക് ഓട്ടിച്ച് എത്തിക്കാൻ പറ്റുമല്ലോ ഈ 5th പൊസിഷനൊക്കെ. പിന്നെ വണ്ടി ഇതിനിടയ്ക്ക് ഇടിച്ച് ക്രാഷ് ആയി കഴിഞ്ഞാൽ ഈ 5th പൊസിഷൻ പറയണതൊക്കെ വെറുതെയാണ്, ഒന്നും നടക്കത്തില്ല. തീർന്നു എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് മാന്യമായിട്ട് ഓട്ടിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഇതേ നോക്കിയേ, ഫസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒരുപാട് പറയില്ല. 14ാമത്തെ പൊസിഷൻ്റെ കൊണ്ടിട്ടേക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് എത്തല് ഏറ്റവും കൂടുതൽ ബാക്ക് വെച്ച് കളിക്കുക എന്നാണ് അവർ പറയുന്നത്. എൻ്റെ അമ്മയ്ക്കോ എന്തോന്നടേ ഇത് സ്ഥലം താടേ, ഇതെന്തോ എനിക്ക് എക്സ്പോർട്ട് വരണം അവരൊക്കെ. എൻ്റെ അമ്മയ്ക്കോ മാറേ പോട്ടെ ഞാൻ പോട്ടെ. ഓ പോയി അതെവിടെ പോന്നു? പോട്ടെ. ദേ കയ്യിൽ നിൽക്കണ്ടേട്ടാ. പോ ഇതിൻ്റെ ഇരിക്കുമ്പോ തീർന്ന് നമ്മൾ തീർന്ന്. വീണ്ടും ഞാൻ 7ാം ദിവസത്തിലെത്തി. ഇവിടെ അതെങ്ങനെ ഒരു ചെറിയ ഗ്ലിച്ച് നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. ആ വണ്ടിക്കകത്ത് ഇടയിൽ കൂടെയൊക്കെ വരുന്നത്. 7th പൊസിഷൻ 6th ആണ് നമ്മൾ പറയാറുള്ളത്. സോ 5th ഞാൻ എത്തിച്ചിരിക്കും. ഫസ്റ്റ് ഞാൻ പറയത്തില്ല. പോ എൻ്റെ അമ്മയുടെ ഓർത്തും ചത്തുണ്ടോ? ഇല്ലേ മാറടാ ചേടാ. ഒമ്മയ്ക്കോ പോ. നമ്മൾ 3rd പൊസിഷൻ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് 2 പേരേ ഉള്ളൂ. ഇടിച്ചിട്ട് കിട്ടണ്ടെന്നേ. ദേ വന്നോ, ഞാൻ ഇടിച്ചതല്ല തട്ടിയത്. ചേട്ടാ നമ്മുടെ എളിയാണ് റൈഡാണ്. അതാണ് അങ്ങനെ നമ്മളുടെ റൈവലിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴൊന്നും വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഒരുപാടൊക്കെ വളർന്നു പോയി. പോട്ടെ. നീ നമ്മുടെ ഫ്രണ്ട് 2 പേരേ ഉള്ളൂ. നമ്മൾ 5th പൊസിഷൻ പറഞ്ഞു ചെറുത്ത് പോടാ. ഞാൻ അവൻ എന്തെങ്കിലും ചെയ്തതാണ്. എന്നിട്ട് അവയെല്ലാം കണ്ടു. ഈ കാറിനൊക്കെ പവർ വിടുക കേട്ടോ. അതാണ് നമ്മുടെ ഈ വണ്ടിക്ക് കയറാൻ പറ്റാത്തത്. നമ്മുടെ ചെറിയ വണ്ടി അല്ലോ തീർന്നു ഇല്ലേ. ആ ഫ്രണ്ടിൽ ആ കുരുപ്പ് പോകണണ്ട. അവൻ ആരോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതാണ് അവൻ മാന്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് നമ്മളെ വണ്ടിയാണെങ്കിൽ ഇട എന്തോ അവിടെ ഇത്. മാറണില്ല. കടം കൊടുക്കാനോ അതാ കണ്ടത്. ഇവരാരും ചത്തില്ലായിരുന്നു, എല്ലാവരും പറയുന്നു. അങ്ങനെ നമ്മൾ പൊസിഷൻ 2 എത്തിയിരിക്കുകയാണ്. സോ ഞാൻ എന്തായാലും 5th പൊസിഷനെ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് നമ്മൾ നല്ല ബെറ്ററായിട്ട് കളിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഇതിനെന്താ സംഭവിക്കുന്നത് കാണുമ്പോൾ. ഓക്കെ, കൺഗ്രാജുലേഷൻ, കംപ്ലീറ്റഡ്.
അപ്പം നമ്മൾ ഈ സീരീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഫൈനൽ പൊസിഷൻ 1, അതായത് നമുക്ക് നല്ല രീതിയിലുള്ള പോയിൻ്റ് ഉണ്ട്. അതായത് നമ്മൾ തന്നെയാണ് ഒന്നാമത്തെ പൊസിഷൻ, പോയിൻ്റ് എല്ലാം വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്. നമുക്ക് കസ്റ്റം ഇവൻറ്റിലേക്ക് നോക്കാം. കസ്റ്റം ഇവൻറ്റിലേക്ക് നമുക്ക് ഒരു കുറച്ചുകൂടെ ഫണ്ണി ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്. ഫിഗറായിട്ട് വേണ്ട, നമുക്ക് ഏറ്റവും ലാസ്റ്റ് അതെ, നമുക്ക് ഇതിനകത്ത് നമ്മുടെ പുതിയതായിട്ട് എനിക്ക് കിട്ടിയൊരു വണ്ടിയുണ്ട്. ഈ വണ്ടി വെച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാം. എങ്ങനെ ഉണ്ടാകും നോക്കാം. ചെക്ക് ചെയ്ത് നോക്കണമെന്ന് ഞാൻ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല. അത് നിങ്ങളെ മുമ്പിൽ തന്നെ ആദ്യമായിട്ട് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. സോ ഇതാണ് നമ്മുടെ റൂട്ട്. ഡേറ്റാണ്. ഇങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വിടുക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട്. ഇതാണ് നമ്മുടെ പവർഫുൾ വണ്ടി. ഇങ്ങനെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു എൻ്റെ ഈ വണ്ടി. നമ്മൾ 8ാമത്തെ ഫസ്റ്റ് ഏറ്റവും ഈ വണ്ടി വെച്ചാൽ നമ്മളൊക്കെ ഇതിപ്പം നമുക്ക് എല്ലായിടത്തും ഒരേ റോഡായിരിക്കും. അമ്മയ്ക്ക് അങ്ങനെ ഞാൻ ഒറ്റനെ കൊണ്ടിരിക്കുകയാണ്. ആരും കണ്ടിട്ടില്ല. പൊക്കോ പൊക്കോ പൊക്കോ. ഇനി 7 വരെ ഉള്ളൂ. കാരണം ഒരെണ്ണം തീർന്നല്ലോ. ഇത് എൻ്റെ ഫ്രണ്ട് വീലെന്തോ കൊണ്ടിരിച്ചിട്ടുണ്ട്. കള്ളപ്പെടുക ഇവനെ ഇനി അടുത്ത് ഞാൻ തട്ടി ചെയ്ത് നോക്കി. ഇത്രയും ജയിക്കണമെന്ന് കണ്ട നമ്മൾ ഞാൻ പറയുമ്പോൾ തട്ടിയിട്ട് കേൾക്കുന്നുണ്ട്. അയ്യോ സോറി, തട്ടിയിടാൻ വേണ്ടി ശ്രമിക്കുക. വളഞ്ഞ് കണ്ട ഫ്രണ്ട് കയറിപ്പോയി. ഇനിയിപ്പോൾ ഫ്രണ്ടിലുള്ളവന്മാരെ തട്ടിയിടാം. ഇങ്ങനെ വന്നിട്ട് അടുത്തെത്തണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുക്കാൻ നിൽക്കണ അവിടെ. എടാ ഒന്ന് സ്ലോ ചെയ്യും, തട്ടാനാണ്. ഓ എന്തോ അയ്യോ, വണ്ടി കത്തിയിരിക്കുന്നിടയ്ക്ക് ഇത്രക്കനല്ലേ ഞാൻ എടുത്തിട്ടത്. അയ്യോ അയ്യോ അയ്യോ, നോക്കി നോക്കി ഞാൻ വളഞ്ഞു പോയി. നിൽക്കണം അവിടെ. എന്നെ ഇടിച്ചിട്ടിട്ട് നീ ഫ്രണ്ടിൽ പോകണല്ലേ. നോക്കിയാ നിന്നെ അവിടെ വല്ല കല്ലും തട്ടി നീ വീണിരിക്കും. നിൽക്കണം അവിടെ. അയ്യോ, നമ്മൾ 5ാമതാണ്. അപ്പം 8 വരെ ഉള്ളൂ. അതിലിനി 5ാമത് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും കുഴപ്പമില്ല. വണ്ടി ഞാൻ ഒറ്റയ്ക്ക് കിടക്കണം. വണ്ടി കൊണ്ടുപോയി. വണ്ടി ഇവിടെ ഉണ്ട്. ഞാൻ വണ്ടി കൊണ്ടുപോയി ആളെ എടുക്കാതെ അവിടെ ഇട്ടേക്കാണ്. എന്തല്ലേ ഇങ്ങനെ എല്ലാവർക്കും ഒരേ സ്പീഡാണ് എന്നും പറഞ്ഞ് ഒന്ന് ഫ്രണ്ടിക്കാനുള്ള ഒരവസരം. പ്ലീസ് പ്ലീസ് പ്ലീസ്. അതല്ലാത്ത പാവപ്പെട്ടവനതാ ഇടിച്ച് കൊന്നുകൊണ്ട് പോകുന്നു. വഴിയിൽ കിടക്കണവനെ വെറുതെ വിട്ടുകൂടാതാണ് താമദ്രോഹികളെ. നമ്മൾ സംസാരിച്ച് 3rd പൊസിഷൻ എത്തിയിട്ടുണ്ട്. ദേവനാണ് ഏകദേശം നമ്മളെ ഇടിച്ച് തിരിച്ചു കിടക്കുന്നത്. ഇരിക്കടാ അവിടെ. ഇരിക്കാൻ ഇടിച്ച് കൊല്ലണം. വേണ്ട, നേരത്തെ അറിയാതെ എടുക്കുന്ന തട്ടി അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ഇപ്പം തട്ടുന്നു. അയ്യോ സോറി സോറി, ഞാൻ അവനെ ഇടിക്കാൻ ശ്രമിച്ചതാ. സോറി. നിൽക്ക്. ഈ പ്രാവശ്യം പോയി കുഴപ്പമില്ല. പ്രാവശ്യം ഞാൻ തിരിഞ്ഞു നോക്കിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഇപ്പോൾ 3rd പൊസിഷനായി പോയത്. ഇല്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡെങ്കിലും പിടിച്ചതിനായിരുന്നു. ഇതിൻ്റെ ഡെമോളിഷൻ, ഈ വണ്ടിയിൽ ഡെമോളിഷൻ ഉണ്ട്. അത് നോക്കിയെടുത്ത് കളിച്ച് നോക്കാം. ഡെമോളിഷൻ അതും ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ട്രൈ ചെയ്തിട്ട് ഡെമോളിഷൻ ഉണ്ട് എന്നാണ് ഞാൻ ചെയ്തപ്പോൾ കിട്ടിയത്. ഇതിനകത്താണോ അതിനകത്ത് തന്നെ. സോ ലാസ്റ്റ് മാച്ച് സ്റ്റാൻഡിങ് ആണ്. സോ ഡെമോളിഷൻ കളിക്കുന്നത്. ഇന്ന് എന്താവുമെന്ന് കണ്ടറിയാം. ചേടാ ഓക്കെ ഗായ്സ്, ഇന്ന്
അപ്പോൾ രണ്ടിലൊന്നും ഇറങ്ങിയിട്ട് കാര്യമില്ല. ഇവിടെ അടുത്തായിരുന്നു കാണുമല്ലോ. നമുക്ക് യുവമാരെ പിറകെ ഇരിക്കാം. യുവമാർ ഇടിച്ചൊരു പരിവാകുമ്പോൾ നൈസായിട്ടൊരു തട്ട്. ഇവിടുത്തെ ആൾറെഡി ഹീറോ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ടീം പോയി കണ്ടായിരുന്നു. ഒന്നോ പാവം പാവം. ഞാനത് അറിഞ്ഞുകൊണ്ട് ഇടിച്ചതല്ല, ബട്ട് നമുക്കത് ഗുണകരമായി. നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് കളിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഇടിക്കുന്നത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ചുമ്മാ വന്ന് ഇടിച്ചാൽ ഞാൻ വീണ് കത്തിരിക്കും. ഓൾറെഡി രണ്ടുപേരെ ഒരെണ്ണം അറിയാതെ ആണെങ്കിൽ ഇടിച്ച്, രണ്ടാമത് അറിഞ്ഞുകൊണ്ട് ഇടിച്ച്. ഇപ്പം നമ്മൾ ഇടിച്ചെന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടുണ്ട്, ഒരുത്തനെ ഒന്നും ഉണ്ടോണം വേണ്ട. ഫിനിഷ്. ഓ ഓപ്ഷൻ വന്ന് ടേക്ക് ഡൗൺ ഉണ്ട്. പെട്ടെന്നായിരുന്നു കേട്ടോ, വിചാരിച്ചിട്ട് ഇടിച്ചെല്ലാവരും കൂടെ പെട്ടെന്ന് തീർന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പം കുറച്ചുകൂടെ ചെറിയ എടുക്കാം, ഇതെടുക്കാം. ഇതാകുമ്പം നമുക്ക് അറിയാൻ പറ്റില്ല. ഇതേ കാർ തന്നെ മതി, ചെറിയ കാർ തന്നെ മതി. എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇതിൻ്റെ ഇടിക്കാൻ നേരത്തുള്ള ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നല്ല രസമുള്ള ഇമ്പാക്റ്റാണ് ഇടിക്കാൻ നേരത്തുള്ളത്. അത് മാത്രം ഇതിൻ്റെ ഗ്രാഫിക്സും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരുവിധം നല്ല ഗ്രാഫിക്സാണ് ഇതിൻ്റെ അകത്ത്. ഇത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ഇടിക്കാൻ നേരത്തുള്ള ഇമ്പാക്റ്റുമില്ല. നോക്കുക, ആ ഒരു ഡസ്റ്റിൻ്റെ എഫക്റ്റും നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓ ഓ ഓ എൻ്റെ ഫ്രണ്ട് വീല് ബെൻഡാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ട എടാ ഇടിക്കാനായിട്ട് പോയതല്ല. ഓൾറെഡി ഇത്രയും ഒരു യൂണിറ്റ് ഉണ്ട് കേട്ടോ. 2 പേര് ടേക്ക് ഡൗൺ ആയി. ഇനി അടുത്ത പ്രതീക്ഷിക്കാം. ഓ പാവം, ഞാൻ ഉദ്ദേശിച്ചതല്ല. എന്നാലും ഓ നിർത്തി. എവനാണ് ഇരിക്കാൻ. സമയമില്ല, ടൈമുണ്ട് ഇതിനൊക്കെ. ഒയ്യോ അങ്ങനെ നമ്മൾ വീണിട്ടുണ്ട്. സോ എലിമിനേറ്റ് ആയിട്ടുണ്ട്. അതൊരു ഗെയിമിലെ ഓക്കെ ഗൈസ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൺ പ്ലേ. ഇത് നല്ല രസമുള്ളൊരു ഗെയിമാണ്. പിന്നെ മൾട്ടിപ്ലെയർ മോഡും ഉണ്ട്. മൾട്ടിപ്ലെയർ മോഡ് നമുക്കിത് പർച്ചേസ് ചെയ്ത് കളിക്കാവുന്നതാണ്. മൾട്ടിപ്ലെയർ മോഡ് കുറച്ച് നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കാവുന്നത് നല്ല രസമായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ ഗെയിംസ് ഇതിൻ്റെ മാച്ചസ് ഞാൻ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം സൈനിങ് ഓഫ്. താങ്ക് യു ഗൈസ്.